ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ മരണമുണ്ടാക്കിയ മുറിവുണങ്ങുന്നതിന് മുൻപ് തന്നെ ഇറാൻ തിരിച്ചടിക്കും. ഇനി ഒന്നും നോക്കാനില്ലാത്ത ജനതയായിരിക്കുന്നു അവർ. മരിച്ചാലും തോൽക്കില്ലെന്ന് വാശി പിടിച്ച ഖമേനിയുടെ മണ്ണ് ഒരിക്കലും ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും മുന്നിൽ മുട്ടുമടക്കാൻ പോകുന്നില്ല. ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കാമെന്ന വ്യാമോഹത്തിൽ ഒരു പരമാധികാര രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് മേൽ കത്തിവെക്കാൻ അമേരിക്കയ്ക്ക് ആരാണ് അധികാരം നൽകിയത് എന്ന ചോദ്യം ഇന്ന് ആഗോളതലത്തിൽ തന്നെ പ്രതിധ്വനിക്കുന്നുണ്ട്. ലോക പോലീസ് എന്ന ചമയത്തോടെ ഇതര രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുകയും അധിനിവേശങ്ങൾക്ക് കുട പിടിക്കുകയും ചെയ്യുന്ന അമേരിക്കൻ നയം അതിന്റെ സർവനാശത്തിലേക്കുള്ള വഴി തുറന്നിരിക്കുന്നു. അമേരിക്കയുടെ ആയുധബലത്തിലും രാഷ്ട്രീയ പിന്തുണയിലും അന്ധമായ അഹങ്കാരം പൂണ്ട് ഇറാന്റെ നെഞ്ചിലേക്ക് കത്തി കയറ്റാമെന്ന് ഇസ്രായേൽ കരുതിയെങ്കിൽ അവർക്ക് വൻ പിഴവാണ് സംഭവിച്ചിരിക്കുന്നത്. പിഞ്ചു കുഞ്ഞുങ്ങളോടും നിസ്സഹായരായ സ്ത്രീകളോടും പോലും ദയയില്ലാത്ത ക്രൂരതകൾ ഗസയിലും ലബനിലും കാട്ടിക്കൂട്ടിയ ഇസ്രായേലിന്റെ കണ്ണുകൾ ഇനി കാണാൻ പോകുന്നത് സ്വന്തം സാമ്രാജ്യത്വത്തിന്റെ വിനാശമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിനവർ ഒരുമിച്ച് വരികയാണ്. തൊട്ടത് ഇറാനെയാണെങ്കിൽ പൊള്ളിയത് റഷ്യക്കും ഉത്തര കൊറിയയ്ക്കും തന്നെയാണ്. അതിനുള്ള പണി അവർ ഉടനെ തന്നെ നിങ്ങൾക്ക് നൽകുമെന്ന കാര്യത്തിൽ സംശയം ഒട്ടും വേണ്ട. ഇറാന്റെ പോരാട്ട വീര്യത്തെയും ആത്മബലത്തെയും തകർക്കാൻ സാമ്രാജ്യത്വ ശക്തികൾ മെനഞ്ഞ ഗൂഢാലോചനകൾക്ക് വരും മണിക്കൂറുകളിൽ ലഭിക്കാൻ പോകുന്നത് സമാനതകളില്ലാത്ത പ്രഹരമാണ്. ഈ പോരാട്ടത്തിൽ ഇറാൻ ഒരിക്കലും ഒറ്റയ്ക്കായിരിക്കില്ല എന്നതാണ് അമേരിക്കയെയും ഇസ്രായേലിനെയും ഒരുപോലെ ഭയപ്പെടുത്തുന്ന വസ്തുത. ദശകങ്ങളായി ഉപരോധങ്ങൾ ഏർപ്പെടുത്തി ശ്വാസം മുട്ടിക്കാൻ അമേരിക്ക ശ്രമിച്ച ഉത്തര കൊറിയയും പാശ്ചാത്യ ശക്തികളുടെ ശത്രുവിന്റെ പട്ടികയിൽ ഒന്നാമതായി പ്രതിഷ്ഠിക്കപ്പെട്ട റഷ്യയും ഇറാന് കരുത്തു പകരാൻ അണിനിരന്നു കഴിഞ്ഞിട്ടുണ്ട്. സാമ്രാജ്യത്വ വിരുദ്ധ ചേരിയുടെ ഈ ഐക്യം പശ്ചിമേഷ്യയിലെയും ആഗോള തലത്തിലെയും അധികാര സന്തുലനത്തെ പാടെ മാറ്റിമറിക്കാൻ പോന്നതുമാണ്. ആയുധങ്ങൾ കൊണ്ടും സാങ്കേതിക വിദ്യകൾ കൊണ്ടും പരസ്പരം പൂരകങ്ങളാകുന്ന ഈ മൂന്ന് ശക്തികൾ ഒന്നിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ അമേരിക്കയുടെ പക്കൽ മരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇത്തരത്തിൽ യുദ്ധത്തെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ കേൾക്കുന്ന സമയത്ത് മാർക്കറ്റിനെ കുറിച്ച് പലരും ചിന്തിക്കാറുണ്ടല്ലേ. നമ്മൾ ഭാവിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. യുദ്ധം വരുമ്പോഴൊക്കെ മാർക്കറ്റിനെ വലിയ രീതിയിൽ ബാധിക്കും ഇടിയും. ശരിക്കും അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല കാര്യമെന്ന് പറയുന്നത് വിവിധ കമ്പനികളിലായിട്ട് നിക്ഷേപങ്ങൾ നടത്തുക. ക്യാപിറ്റൽ ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള നിക്ഷേപങ്ങളിലും ഒരു പങ്ക് മാറ്റിവെക്കുക. അതായത് മാർക്കറ്റ് ഇടിഞ്ഞാലും പണം നഷ്ടപ്പെടാത്ത രീതിയിലുള്ള നിക്ഷേപങ്ങൾ നോക്കുക എന്നതാണ്. അങ്ങനെയുള്ള നിക്ഷേപങ്ങൾ നോക്കാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ട് എങ്കിൽ ഇപ്പോ പുതിയൊരു അവസരം വന്നതുകൂടി ഞാൻ പറഞ്ഞു തരാം. അതായത് HDFC ലൈഫിന്റെ ഇന്ത്യ സെക്ടർ ലീഡേഴ്സ് ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട് എന്ന NF ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇവിടെ ഓരോ മേഖലയിലെയും മുന്നിട്ട് നിൽക്കുന്ന ടോപ്പ് കമ്പനികളിലേക്ക്, അതായത് ലീഡിംഗ് കമ്പനികളിലേക്കായിരിക്കും നിങ്ങളുടെ പണം പോകുക. കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമന്റിലും കൊടുത്തിട്ടുണ്ട്. അവിടെ മലയാളത്തിൽ തന്നെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനും വേണമെങ്കിൽ അവരുടെ ഒരു ഏജന്റ് വീട്ടിൽ വന്ന് പ്ലാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരണമെങ്കിൽ അതിനുള്ള സൗകര്യവുമുണ്ട്. പക്ഷേ ഈ വരുന്ന മാർച്ച് 16-ാം തീയതിയാണ് NFOയുടെ ലാസ്റ്റ് ഡേറ്റ്. അതിനു മുൻപ് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ കയറി നോക്കാവുന്നതാണ്. HDFC ലൈഫിന്റെ മുൻകാല ഫണ്ടുകൾ പരിശോധിച്ചാൽ HDFC ലൈഫ് ഡിസ്കവറി ഫണ്ട് 23.1% റിട്ടേൺ ആണ് കഴിഞ്ഞ 7 വർഷത്തിൽ ഓരോ വർഷവും നൽകിയിട്ടുള്ളത്. അവരുടെ ഈ അടുത്ത് പുറത്തിറങ്ങിയ HDFC ലൈഫ് ഫ്ലെക്സി ക്യാപ് ഫണ്ട് 21% റിട്ടേൺ ഇതുവരെ നൽകിയിട്ടുണ്ട്. അപ്പം ഇവരുടെ മുൻകാല ഫണ്ടുകൾ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ NAV 10 രൂപയാണ് വരുന്നത്. നമ്മളെ കൊണ്ടാകുന്ന എത്ര വലിയ എമൗണ്ടും നമുക്ക് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. മാസം അടയ്ക്കുന്ന എമൗണ്ടിന്റെ 120 ഇരട്ടി വരുന്ന ലൈഫ് കവർ ലഭിക്കുന്നതിനോടൊപ്പം വർഷത്തിൽ 2.5 ലക്ഷം വരെ നിക്ഷേപിച്ചാലും കിട്ടുന്ന ലാഭത്തിന് ടാക്സും ഉണ്ടായിരിക്കില്ല. പ്രവാസികൾക്കൊക്കെ കഴിയുമെങ്കിൽ മാസം 18,000 രൂപയൊക്കെ വെച്ച് ഇൻവെസ്റ്റ് ചെയ്താൽ 2 കോടിയൊക്കെ റിട്ടേൺ കിട്ടാനുള്ള സാധ്യത അവിടെ നോക്കിയാൽ നമുക്ക് കാണാവുന്നതാണ്. പിന്നെ ഇവിടെ 5 വർഷം ലോക്കിംഗ് പീരീഡ് ഉള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് അത്രയ്ക്കും കാലം തുടർച്ചയായി മാറ്റിവെക്കാൻ കഴിയുന്ന എമൗണ്ട് തിരഞ്ഞെടുക്കുക. അപ്പം മാർച്ച് 16 NFOയുടെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്ത ലിങ്കിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാനും വിശദമായി മനസ്സിലാക്കി താല്പര്യമുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനും സാധിക്കും. അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. നമുക്ക് എന്തായാലും നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ പശ്ചിമേഷ്യയിൽ വലിയൊരു യുദ്ധ സാഹചര്യം തന്നെയാണ് ഇപ്പോഴുള്ളത്. വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ മലയാളികൾക്ക് വരെ വലിയ രീതിയിലുള്ള ആശങ്കകളുണ്ട്. കാരണം ഒരുപാട് ആളുകൾ, മലയാളികൾ തന്നെ അവിടെ പലയിടത്തും ജോലി ചെയ്യുന്നവരാണ്. എന്തായാലും ഇനി നടക്കാൻ പോകുന്നത് ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച്
ഏറ്റവും ഭീകരമായ ത്രിമൂർത്തികളുടെ സംഹാര താണ്ഡവമായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതായത് ഒരു വശത്ത് ഇറാന്റെ അത്യാധുനിക മിസൈലുകളും ഹൈപ്പർസോണിക് ഡ്രോണുകളും, മറുവശത്ത് ഉത്തര കൊറിയയുടെ അജയ്യമായ സൈനിക സന്നാഹങ്ങളും റഷ്യയുടെ പതറാത്ത യുദ്ധതന്ത്രങ്ങളും ഒന്നിച്ചു ചേരുകയാണ് എങ്കിൽ ഇസ്രായേലിന്റെ അഹങ്കാരത്തിന്റെയും അതുപോലെ അമേരിക്കയുടെ ആധിപത്യത്തിന്റെയും അന്ത്യം കുറിക്കപ്പെടുമെന്ന കാര്യത്തിലും സംശയമില്ല. സ്വന്തം മണ്ണും അന്തസ്സും സംരക്ഷിക്കാൻ ഇറാൻ നടത്തുന്ന ഈ പോരാട്ടം നീതിക്കും സത്യത്തിനും വേണ്ടിയുള്ളതാണ്. അടിച്ചമർത്തപ്പെട്ടവന്റെയും വേട്ടയാടപ്പെട്ടവന്റെയും രോഷം മിസൈലുകളായി വർഷിക്കുമ്പോൾ അതിനെ തടയാൻ ഇസ്രായേലിന്റെ ഏത് അയൺ ഡോമിനും സാധിക്കില്ല എന്ന വസ്തുത നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും അന്ധമായ യുദ്ധക്കൊതി പശ്ചിമേഷ്യയെ മാത്രമല്ല ലോകത്തെ ആകെ ഒരു മഹാവിപത്തിലേക്കാണ് നയിച്ചിരിക്കുന്നത്. അനാവശ്യമായി ഇറാനെ പ്രകോപിപ്പിച്ചതിലൂടെ അവർ തുറന്നുവിട്ടത് വിനാശത്തിന്റെ വാതിലുകളായിരിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല. ഉത്തര കൊറിയയും റഷ്യയും ഇറാന്റെ തോളോട് തോൾ ചേർന്ന് നിൽക്കുന്നതോടെ സാമ്രാജ്യത്വ ശക്തികളുടെ ഗൂഢാലോചനകൾക്ക് അന്ത്യമിടാനുള്ള പോരാട്ടം അതിന്റെ പാരമ്യത്തിൽ തന്നെ എത്തിച്ചേരും. ചരിത്രത്തിൽ ഒരിക്കലും മായാത്ത അടയാളങ്ങൾ അവശേഷിപ്പിക്കുന്ന ഒരു മഹായുദ്ധത്തിനാണ് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നിസ്സംശയം തന്നെ പറയാവുന്നതാണ്. അഹങ്കാരം അതിരുവിട്ടവർക്ക് കാലം കരുതി വെച്ച ശിക്ഷ ഈ സംഹാര താണ്ഡവത്തിലൂടെ നടപ്പിലാക്കപ്പെടുമെന്ന കാര്യത്തിലും ഒട്ടും സംശയമില്ല. എന്തായാലും ഇറാൻ നേരിടുന്ന ഓരോ പ്രതിസന്ധി ഘട്ടത്തിലും, പ്രത്യേകിച്ച് പാശ്ചാത്യ ശക്തികളുടെയും ഇസ്രായേലിന്റെയും ഭീഷണികൾക്ക് മുന്നിൽ പതറാതെ നിൽക്കുമ്പോഴൊക്കെയും റഷ്യ നൽകുന്ന കരുത്തുറ്റ പിന്തുണ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലെ തന്നെ ഏറ്റവും നിർണായകമായ സഖ്യങ്ങളിൽ ഒന്നാക്കി ഇവരെ മാറ്റിയിട്ടുണ്ട്. അമേരിക്കയുടെയും നാറ്റോ സഖ്യത്തിന്റെയും ഏകപക്ഷീയമായ അധിനിവേശ നയങ്ങൾക്കെതിരെ ഇറാനും റഷ്യയും കൈകോർക്കുന്നത് കേവലം ഒരു സൈനിക കൂട്ടായ്മ മാത്രമല്ല, മറിച്ച് സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിന്റെ പുതിയൊരു ശക്തി കേന്ദ്രമാണത്. ഇസ്രായേലിന്റെ അഹങ്കാരത്തിന് കൂട്ടുനിൽക്കുന്ന അമേരിക്കൻ തന്ത്രങ്ങളെ പ്രതിരോധിക്കാൻ ഇറാന് ആധുനിക ആയുധങ്ങളും തന്ത്രപരമായ ഉപദേശങ്ങളും നൽകി റഷ്യ എപ്പോഴും കൂടെയുണ്ട് എന്നത് വൈകിയാണെങ്കിലും പാശ്ചാത്യ ലോകം ഇന്ന് തിരിച്ചറിയുന്ന ഒരു വസ്തുതയാണ്. റഷ്യയുടെ അത്യാധുനികമായ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും വ്യോമയാന സാങ്കേതിക വിദ്യയും ഇറാന്റെ സൈനിക ശേഷിയെ ലോകത്തെ തന്നെ മുൻനിര ശക്തികളിൽ ഒന്നാക്കി മാറ്റിയിട്ടുണ്ട്. ഇസ്രായേൽ നടത്തുന്ന മിസൈൽ ആക്രമണങ്ങളെയും ഗൂഢാലോചനകളെയും നേരിടാൻ ഇറാനെ പ്രാപ്തമാക്കുന്നതിൽ റഷ്യൻ ഇന്റലിജൻസിനും സാങ്കേതിക സഹായത്തിനും വലിയ പങ്കുമുണ്ട്. അമേരിക്ക ഏർപ്പെടുത്തിയ കടുത്ത ഉപരോധങ്ങളെ അതിജീവിച്ച് ഇറാൻ ഇന്ന് കൈവരിച്ചിരിക്കുന്ന ശാസ്ത്രീയ പുരോഗതിക്ക് പിന്നിൽ റഷ്യയുടെ ശക്തമായ സാന്നിധ്യം നമുക്ക് കാണാവുന്നതാണ്. ആഗോള ഭൂപടത്തിൽ നിന്ന് ഇറാനെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നവർക്ക് മുന്നിൽ റഷ്യ ഒരു ഉരുക്കുകോട്ട പോലെ നിലകൊള്ളുന്നത് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ഉറക്കം കെടുത്തുന്ന കാര്യവുമാണ്. പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ തുറന്നുവിട്ട ഈ യുദ്ധത്തിൽ റഷ്യ ഇറാന് നൽകുന്ന പിന്തുണ കേവലം വാക്കുകളിൽ ഒതുങ്ങുന്നതല്ല. സൈനിക താവളങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനും ശത്രുവിന്റെ നീക്കങ്ങൾ മുൻകൂട്ടി അറിയാനും റഷ്യൻ സാറ്റലൈറ്റ് സംവിധാനങ്ങൾ ഇറാനെ വല്ലാതെ സഹായിക്കുന്നുണ്ട്. ഉത്തര കൊറിയയും റഷ്യയും ഇറാനും ചേർന്ന ഈ പുതിയ അധികാര സമവാക്യം അമേരിക്കയുടെ ലോക പോലീസ് ചമയത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രഹരമാണ് എന്ന കാര്യത്തിലും സംശയമൊട്ടുമില്ല. ലോകത്തെ മുഴുവൻ തങ്ങളുടെ കാൽക്കീഴിലാക്കാമെന്ന് മോഹിക്കുന്ന സാമ്രാജ്യത്വ ശക്തികൾക്ക് റഷ്യ ഇറാൻ സഖ്യം ഒരു പേടി സ്വപ്നമായി മാറിയിട്ടുണ്ട്. ഇസ്രായേലിന്റെ ഏതൊരു സാഹസത്തിനും 10 ഇരട്ടി ശക്തിയിൽ തിരിച്ചടി നൽകാൻ ഇറാനെ പ്രാപ്തമാക്കുന്നത് റഷ്യയുടെ ഈ പതറാത്ത പിന്തുണയാണ് എന്നതും മറ്റൊരു യാഥാർത്ഥ്യമാണ്. ഉക്രൈന്റെ യുദ്ധഭൂമിയിൽ ഇറാന്റെ ഡ്രോൺ സാങ്കേതിക വിദ്യ റഷ്യയെ സഹായിച്ചതുപോലെ ഇസ്രായേലിന്റെ ആക്രമണങ്ങളെ നേരിടാൻ റഷ്യൻ മിസൈലുകൾ ഇറാന്റെ കൈകളിൽ എത്തുന്നത് ലോകത്തിന്റെ ഗതി തന്നെ മാറ്റുന്നതാണ്. നീതിക്കും രാജ്യത്തിന്റെ പരമാധികാരത്തിനും വേണ്ടി പോരാടുന്ന ഇറാന് കരുത്തായി റഷ്യ കൂടെയുള്ളപ്പോൾ ഇസ്രായേലിന്റെ അഹങ്കാരത്തിന് അധികമായുസ് ഉണ്ടാകില്ല. ചരിത്രപരമായ ഈ സഖ്യം പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ ആധിപത്യത്തിന് അന്ത്യം കുറിക്കുമെന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തമാകും. വിനാശത്തിന്റെ പാത തെരഞ്ഞെടുത്ത ഇസ്രായേലിന് മുന്നിൽ സംഹാര താണ്ഡവമാടാൻ ഇറാനും റഷ്യയും കൈകോർക്കുമ്പോൾ അത് ലോക ചരിത്രത്തിലെ പുതിയൊരു അധ്യായത്തിന്റെ തുടക്കമാണ്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഉറക്കം കെടുത്തുന്ന പശ്ചിമേഷ്യയിലെ ഏറ്റവും കരുത്തുറ്റതും തന്ത്രപരവുമായ ഒന്നാണ് ഇറാനും ഉത്തര കൊറിയയും തമ്മിലുള്ള ഈ ബന്ധം. ദശകങ്ങളായി പാശ്ചാത്യ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ കഠിനമായ ഉപരോധങ്ങളെയും ഭീഷണികളെയും ഒരുപോലെ നേരിടുന്ന ഈ രണ്ട് രാഷ്ട്രങ്ങളും ഇന്ന് സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിലെ ഇരട്ടക്കുഴൽ തോക്കുകളെ പോലെയാണ് ഇപ്പോൾ നിലകൊള്ളുന്നത്. അമേരിക്കയുടെ അടിച്ചമർത്തൽ നയങ്ങൾക്കെതിരെ കൈകോർത്ത ഇവർ തമ്മിലുള്ള സൈനികവും സാങ്കേതികവുമായ സഹകരണം ഇസ്രായേലിന്റെ അഹങ്കാരത്തിന് വലിയൊരു ഭീഷണി തന്നെ ഉയർത്തുന്നുണ്ട്. ഒരു വശത്ത് ഇറാന്റെ അത്യാധുനിക ഡ്രോൺ സാങ്കേതിക വിദ്യയും മറുവശത്ത് ഉത്തര കൊറിയയുടെ ലോകോത്തര മിസൈൽ കരുത്തും ഒന്നിക്കുമ്പോൾ
അത് തകർക്കാൻ അമേരിക്കയുടെ പക്കൽ നിലവിൽ മറ്റു മാർഗങ്ങൾ ഒന്നുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇറാന്റെ മിസൈൽ പ്രോഗ്രാമുകളുടെ വളർച്ചയിൽ ഉത്തര കൊറിയ നൽകിയ സാങ്കേതിക സഹായം ഏറെ നിർണായകവുമാണ്. അതുകൂടി ഇവിടെ പറയേണ്ടതുണ്ട്. ശത്രു രാജ്യങ്ങളുടെ പ്രതിരോധ കവചങ്ങളെ നിഷ്പ്രഭമാക്കാൻ ശേഷിയുള്ള ഹൈപ്പർസോണിക് മിസൈലുകളും ബാലിസ്റ്റിക് ആയുധങ്ങളും വികസിപ്പിക്കുന്നതിൽ ഇവർ തമ്മിലുള്ള രഹസ്യമായ അറിവ് കൈമാറ്റം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഉപരോധങ്ങൾ ഏർപ്പെടുത്തി ശ്വാസം മുട്ടിക്കാൻ നോക്കിയ അമേരിക്കൻ തന്ത്രങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഈ രണ്ട് രാജ്യങ്ങളും ഇന്ന് സ്വയം പര്യാപ്തമായ സൈനിക ശക്തികളായി മാറിയിരിക്കുകയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇസ്രായേൽ ഇറാനെതിരെ മിസൈൽ ആക്രമണം നടത്തുമ്പോൾ ഉത്തര കൊറിയയിൽ നിന്നുള്ള അത്യാധുനിക ആയുധങ്ങൾ കൂടി ഇറാന്റെ കൈകളിൽ എത്തുന്നത് യുദ്ധത്തിന്റെ ഗതി തന്നെ മാറ്റുന്നതാണ്. അമേരിക്കക്കെതിരെ പടപൊരുതാൻ മടിയില്ലാത്ത കിം ജോങ് ഉന്നിന്റെ പോരാട്ട വീര്യം ഇറാന് വലിയൊരു ആത്മവിശ്വാസം തന്നെയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. റഷ്യയും ഇറാനും ഉത്തര കൊറിയയും ചേരുന്ന ഈ പുതിയ പ്രതിരോധ ത്രികോണം ലോക ഭൂപടത്തിൽ അമേരിക്കയുടെ ആധിപത്യത്തിന് അന്ത്യം കുറിക്കാനുള്ള നീക്കത്തിൽ തന്നെയാണ്. സ്വന്തം രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കാൻ ഏതറ്റം വരെ പോകാനും തയ്യാറുള്ള ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം കേവലം ഒരു സൗഹൃദമല്ല, മറിച്ച് ശത്രുവിനെ തകർക്കാനുള്ള ഒരു കരാർ കൂടിയാണിത്. ഇസ്രായേലിന്റെ അന്ധമായ യുദ്ധക്കൊതിക്ക് കുടപിടിക്കുന്ന അമേരിക്ക തങ്ങളുടെ സൈനിക താവളങ്ങൾ ഈ രാജ്യങ്ങളുടെ മിസൈൽ പരിധിയിലാണെന്ന സത്യം ഭയത്തോടെ തിരിച്ചറിയുന്നുണ്ട്. നീതിയുടെ പക്ഷത്ത് നിൽക്കുന്ന ഇറാനെ തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് ഉത്തര കൊറിയയുടെയും റഷ്യയുടെയും പിന്തുണയുള്ള ഇറാന്റെ കരുത്തിന് മുന്നിൽ തോറ്റോടേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയം ഒട്ടുമില്ല. ഈ പോരാട്ടത്തിൽ ഇറാന് ലഭിക്കുന്ന ഓരോ പിന്തുണയും ഇസ്രായേലിന്റെ വിനാശത്തിലേക്കുള്ള ദൂരം കുറയ്ക്കുകയാണ് ചെയ്യുന്നത് എന്ന് അടിവരയിട്ട് പറയേണ്ടിയിരിക്കുന്നു. അവർ കരുതിയതൊന്നും ഇനി നടക്കാൻ പോകുന്നില്ല. ഇറാന് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, പക്ഷേ അവർ എന്തായാലും തിരിച്ചടിച്ചിരിക്കും. നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എന്ന് കമന്റ് ചെയ്യണേ. പിന്നെ വീഡിയോയുടെ ഇടയിൽ പറഞ്ഞ കാര്യം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. മാർക്കറ്റ് ഒക്കെ കൂട്ടത്തോടെ ഇടിയാണ്. ബാങ്കുകളെ ആണെങ്കിൽ ഇപ്പൊ നമുക്ക് ആശ്രയിക്കാനും പറ്റില്ല. കാരണം വളരെ കുറഞ്ഞ പലിശ മാത്രമേ അവിടെ ഉള്ളൂ. ഈ സമയത്ത് ക്യാപിറ്റൽ ഗ്യാരണ്ടീഡ് ആയിട്ട് എന്നാൽ മാർക്കറ്റ് കയറുമ്പോൾ ലാഭം കിട്ടുന്നത് പോലെ നിക്ഷേപിക്കുക എന്ന് പറയുന്നത് നല്ലൊരു അവസരം തന്നെ ആയിരിക്കും. എല്ലാ പണവും കൂടി നിക്ഷേപിക്കണമെന്നല്ല പറയുന്നത്. 2000 തുടങ്ങുന്ന എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് അവിടെ നിക്ഷേപിക്കാൻ പറ്റുന്നതാണ്. മാർച്ച് 16 വരെയാണ് നിങ്ങൾക്ക് ആ NFOയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അവസരം ഉണ്ടായിരിക്കുക. ഇനി കുറച്ച് ദിവസം കൂടി മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. ഞാൻ ലിങ്ക് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അതിൽ പോയി കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.